ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ഡിയോഡ്രൻസിനെയും ആൻറ്റി പെർസ്പിരൻസിനെ കുറിച്ചിട്ടൊക്കെ കണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കണ്ടിന്യൂവേഷൻ തന്നെയാണ് ഈ ക്ലാസ്സിലുള്ളത്. അതായത് ക്ലെൻസിങ് ഏജൻസ് ആയിട്ട് പലതും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് കോസ്മെറ്റിക്സിൽ. അതിലൊന്നാണ് TEA, അതായത് ട്രൈ എത്തനോൾ അമീൻ, ദെൻ DEA, അതായത് ഡൈ എത്തനോൾ അമീൻ. അപ്പോൾ അതൊക്കെ pH അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ബോഡിയിൽ ആക്റ്റീവ് ആവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിനൊക്കെ ഭയങ്കര ഹസാർഡസ് ആയിട്ടുള്ള ഇഫക്ട്സും ഉണ്ട്. ഇതൊക്കെ നല്ല ഒരു ബേസാണ് ഫോർ ദ ക്ലെൻസിങ് ആക്ഷൻ, ബട്ട് അറ്റ് ദ സെയിം ടൈം ദേ ആർ ഈക്വലി ഹാംഫുൾ ടു അവർ ബോഡി. അതായത് ഡൈഎത്തനോൾ അമീനെ ഇറ്റ് ക്യാൻ കോസ് liver and kidney damage, and triethanol amine can cause allergic reactions, and these chemicals are restricted in Europe because of their carcinogenic effects. അപ്പോൾ ക്ലെൻസർ ബേസ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ട്രൈ എത്തനോൾ അമീനും ഡൈ എത്തനോൾ അമീനും. അതുപോലെ ടാൽക്ക് നമ്മൾ പൗഡറിലൊക്കെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ്. ടാൽക്ക് എന്ന് പറഞ്ഞാൽ ഹൈഡ്രസ് മഗ്നീഷ്യം സിലിക്കേറ്റ് ആണ്. അതൊരു സോഫ്റ്റ് മിനറലാണ്. പല പേഴ്സണൽ കെയർ പ്രോഡക്ട്സിലും യൂസ് ചെയ്യുന്നതാണ്. ഒരു കളർ അഡിറ്റീവ് കൂടിയിട്ടാണ്, പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് എ കാർസിനോജൻ. ദെൻ നിങ്ങളുടെ സിലബസിലുള്ള മറ്റൊരു ടോപ്പിക്കാണ് ക്ലെൻസിങ് ക്രീംസ്. ആ ക്ലെൻസിങ് ക്രീംസ് എന്ന് പറഞ്ഞാൽ അതിൽ കോൾഡ് ക്രീംസ് ഉണ്ട്, വാനിഷിങ് ക്രീംസ് ഉണ്ട്, ബ്ലീച്ച് ക്രീംസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ 3 കാറ്റഗറീസിലുള്ള ക്രീംസാണ് ക്ലെൻസിങ് ക്രീംസിൽ ഉപയോഗിക്കുന്നത്, ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. എന്താണ് ഈ ക്ലെൻസിങ് ക്രീംസ് എന്ന് പറഞ്ഞാൽ? അതായത് നമ്മുടെ ബോഡീനെ ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ക്രീംസാണ് ക്ലെൻസിങ് ക്രീംസ്. ചിലപ്പോൾ ഒരു നന്നായിട്ട് മേക്കപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞ് അതിനെ റിമൂവ് ചെയ്യാനായിരിക്കും നമ്മൾ ഈ ക്ലെൻസിങ് ക്രീംസ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങണതിന് മുമ്പ്, ബെഡിലേക്ക് ഉറങ്ങാൻ പോണേക്കാൾ മുമ്പ് നമ്മൾ മുഖത്തെ അഴുക്കൊക്കെ കളയാനായിട്ടും ക്ലെൻസിങ് ക്രീംസ് യൂസ് ചെയ്യുന്നു. അപ്പോൾ ക്ലെൻസിങ് ക്രീംസിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസിൽ അല്ലെങ്കിൽ ബോഡിയിലുള്ള ഡസ്റ്റ്, അതുപോലെ സ്വെറ്റ്, വേർപ്പിൻ്റെ ബാക്കി വരുന്ന ഭാഗങ്ങൾ, അതിനൊക്കെ റിമൂവ് ചെയ്യാനാണ് മെയിൻലി ക്ലെൻസിങ് ക്രീംസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ഫേസിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ സ്കിന്നിൻ്റെ ആ ബ്രീത്തിങ് ഉണ്ടല്ലോ, നോർമലായിട്ടുള്ളൊരു പ്രോസസ്സാണ് സ്കിന്നിന് ഓക്സിജൻ കിട്ടുക എന്നുള്ളത്. അപ്പോൾ ഈ ഡസ്റ്റും അതുപോലെ സ്വെറ്റൊക്കെ കൂടി നമ്മുടെ സ്കിന്നിന് കൃത്യമായി ബ്രീത്ത് ചെയ്യാതിരിക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ ഈ ക്ലെൻസിങ് ക്രീംസ് അപ്ലൈ ചെയ്യുന്നത്. അതോടുകൂടി തന്നെ ഡൾനെസ്സും റിങ്കിൾസൊക്കെ പോവുകയും ചെയ്യുന്നു. ഈ ക്ലെൻസിങ് ക്രീംസ് എന്ന് പറഞ്ഞാൽ അതൊരു മിക്സ്ചറാണ്. മെയിൻലി സ്റ്റീറിക് ആസിഡ്, ദെൻ മിനറൽ ഓയിൽസ്, പ്രൊപ്പിലിൻ, ഗ്ലൈക്കോൾ, പെർഫ്യൂംസ് ഒക്കെ കൂടിയുള്ള ഒരു മിക്സ്ചറാണ് ക്ലെൻസിങ് ക്രീംസിൽ മെയിനായിട്ടുള്ളത്. ഈ ക്ലെൻസിങ് ക്രീംസ് ഒരു തരത്തിൽ നമ്മുടെ സ്കിന്നിന് കുറച്ചൊക്കെ നല്ലതാണ്. നമ്മുടെ മുഖമാണെങ്കിലും ശരീരമാണെങ്കിലും ഒക്കെ ഡസ്റ്റൊക്കെ പോയി നല്ല വൃത്തിയാവാനൊക്കെ ആയിട്ട് സഹായിക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും അതിലും പലതരത്തിലുള്ള ഹാംഫുൾ കെമിക്കൽസും ഇൻക്ലൂഡഡ് ആണ്. ദെൻ സ്കിൻ ബ്ലീച്ചിങ് ക്രീംസ്, അതായത് ഹൈഡ്രോക്വിനോൺ എന്ന് പറയുന്ന ഒരു ഹാംഫുൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് ബ്ലീച്ചിങ് പ്രോഡക്ട്സിലൊക്കെ ഉള്ളത്. അപ്പോൾ ബ്ലീച്ചിങ് പ്രോഡക്ട്സിലൊക്കെ ഉള്ള വളരെ ഹാംഫുൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റെ പേരാണ് ഹൈഡ്രോക്വിനോൺ. ബ്ലീച്ചിങ് ഏജൻസൊക്കെ നമ്മൾ പലരും ഉപയോഗിച്ചിട്ടുണ്ടാവും അല്ലേ? ചില ഫങ്ഷനൊക്കെ വരണേക്കാൾ മുമ്പൊക്കെ പെൺപിള്ളേർ സാധാരണയായിട്ട് ബ്ലീച്ച് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് പാർലറിൽ പോവുകയോ അല്ലെങ്കിൽ വളരെ വില കുറഞ്ഞ ബ്ലീച്ചിങ് ക്രീംസ് നമ്മുടെ വിപണിയിൽ വാങ്ങാൻ കിട്ടും. ഇപ്പോൾ പാർലറിലൊക്കെ പോകുമ്പോൾ കുറച്ച് കാശ് കൂടുതൽ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനത്തെ കോസ്മെറ്റിക് ഐറ്റംസൊക്കെ ആയിട്ട് വാങ്ങുകയാണെങ്കിൽ നല്ല വിലയുള്ളതും ഉണ്ട്, അതുപോലെ തന്നെ വളരെ വില കുറഞ്ഞ ഐറ്റംസും ബ്ലീച്ചിങ് ക്രീംസൊക്കെ ആയിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് വളരെയധികം ഹാംഫുള്ളാണ്. നമ്മുടെ സ്കിന്നിനെ അത് ഡാമേജ് ചെയ്യും. നമ്മുടെ സ്കിന്നിനെ
അത് ഡാമേജ് ചെയ്യുന്നത് വളരെ ഹാംഫുള്ളായിട്ട് ഡാമേജ് ചെയ്യും. മാത്രമല്ല സൺ ബേൺസ്, സണ്ണിൽ നിന്ന് വരുന്ന ഹാംഫുള്ളായിട്ടുള്ള അൾട്രാ വയലറ്റ് എ ആൻഡ് ബി റേസ് അതിലോടൊക്കെ നമ്മുടെ സ്കിന്ന് കൂടുതൽ എക്സ്പോഷർ ആവുകയാണ് ചെയ്യുന്നത്. ഇതിൽ തന്നെ പറയുന്നുണ്ട്, ഹൈഡ്രോക്വിനോൺ ക്യാൻ ഓവർ ടൈം മേക്ക് ദ സ്കിൻ ലെസ് ഏബിൾ ടു പ്രൊട്ടക്റ്റ് എഗെയിൻസ്റ്റ് ഹാംഫുൾ UVA ആൻഡ് UVB റേസ് ഫ്രം ദ സൺ. അതായത് സണ്ണിൽ നിന്ന് വരുന്ന ഹാംഫുൾ ആയിട്ടുള്ള അൾട്രാ വയലറ്റ് എ ആൻഡ് ബി റേസിനെയൊക്കെ ആ സ്കിന്നിനെ മീൻസ് ഹൈഡ്രോക്വിനോൺ അപ്ലൈ ചെയ്തിട്ടുള്ള സ്കിന്ന് കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യും. അങ്ങനെ സൺ ബേൺസും സ്കിൻ ക്യാൻസർ വരെ ഉണ്ടാവാൻ സാധ്യതയുള്ളതാണ് ഈ സ്കിൻ ബ്ലീച്ചിങ് ഏജൻറ്റ്സ്. അപ്പോൾ നിറം വർദ്ധിപ്പിക്കുക എന്നുള്ളതൊക്കെ വളരെ അത്ര വലിയ കാര്യമൊന്നുമല്ല അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ബ്ലീച്ചിങ് ഏജൻറ്റ്സ് ഒന്നും യൂസ് ചെയ്ത് ഒരിക്കലും നമ്മൾ അങ്ങനെ സൗന്ദര്യം കൂട്ടാനുള്ള ഒരു തീരുമാനം എടുക്കരുത്. അതൊന്നും നമ്മുടെ ഫേസിലോ ശരീരത്തിലോ ഒന്നും അപ്ലൈ ചെയ്യരുത്. അതുപോലെ മെർക്കുറി, പല സ്കിൻ ബ്ലീച്ചിങ് പ്രോഡക്ട്സിലും മെർക്കുറി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹാംഫുൾ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മെർക്കുറി, അപ്പോൾ ഈ ബ്ലീച്ചിങ് ഏജൻറ്റ്സ് കണ്ടെയ്നിങ് മെർക്കുറി നമ്മൾ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മെർക്കുറി സ്കിൻ റാഷസ്, ഡിസ്കളറേഷൻ, സ്കാറിങ് ഒക്കെ ഉണ്ടാക്കുന്നു. മാത്രമല്ല നമ്മുടെ സ്കിന്നിൽ പെട്ടെന്ന് ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഓൾസോ മെർക്കുറി പ്രോബ്ലംസ് can cause problems to brain, nervous system and kidneys. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ബ്ലീച്ചിങ് ഏജൻറ്റ്സ് ഒന്നും ഉപയോഗിക്കരുത്. എന്നാൽ ചില നാച്ചുറലായിട്ടുള്ള ബ്ലീച്ചിങ് ഏജൻറ്റ്സ് ഉണ്ടായിരിക്കാം. അതിൽ വൈറ്റമിൻ സി ഒക്കെ ആയിരിക്കും മെയിനായിട്ടുള്ളത്. പക്ഷേ നമുക്ക് 100% നാച്ചുറലാണെന്ന് പറഞ്ഞാലും ശരി, നമുക്കറിയാം നാച്ചുറലായിട്ടുള്ള ബ്ലീച്ചിങ് ഏജൻറ്റ്സ് വളരെയധികം, ഇപ്പോൾ മഞ്ഞളൊക്കെ അങ്ങനെ ബ്ലീച്ച് ചെയ്യുന്ന ഒരു ഏജൻറ്റ് തന്നെയാണ്, നാച്ചുറലാണ്. പക്ഷേ മഞ്ഞളൊക്കെ നമ്മൾ എത്ര തേച്ചാലും അതിനൊരു നിറം ഇത്രേ വരുള്ളൂ. അപ്പോൾ പക്ഷേ നമ്മൾ വിപണിയിൽ നിന്ന് മേടിക്കുന്ന കോസ്മെറ്റിക് ഐറ്റംസിലൊക്കെ മഞ്ഞളേ ഉള്ളൂ എന്നൊക്കെ അവർ കാണിച്ചിട്ടുണ്ടാവും. പക്ഷേ അത് അപ്ലൈ ചെയ്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇഫക്റ്റായിട്ട് തോന്നും, കളറൊക്കെ വർദ്ധിക്കുന്നതായിട്ട് തോന്നും. അതിൻ്റെ അർത്ഥം എന്താണ്? അതിൽ മഞ്ഞൾ മാത്രമല്ല ഉള്ളത്, ഹാംഫുള്ളായിട്ടുള്ള പല കോസ്മെറ്റിക് ഇൻഗ്രീഡിയൻസും ബ്ലീച്ചിങ് ഏജൻസും ഉണ്ട്. അപ്പോൾ നിങ്ങൾ അത്തരത്തിലുള്ള ഹാംഫുള്ളായിട്ടുള്ള ബ്ലീച്ചിങ് ഏജൻസിൻ്റെ കെമിക്കൽസിൻ്റെ ഒന്നും പിന്നാലെ പോവാതെ നാച്ചുറലായിട്ട് നമ്മുടെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന മഞ്ഞൾ, തുളസി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് സ്കിൻ ബ്ലീച്ചിങ് ഏജൻസിൽ വരുന്നത്. മെയിൻലി ഹൈഡ്രോക്വിനോണും മെർക്കുറിയാണ്. അതുപോലെ തന്നെ ഡെപ്പിലേറ്ററി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ അധികം കേട്ടിട്ടുണ്ടായിരിക്കില്ല, പക്ഷെ നിങ്ങൾ പലരും ഉപയോഗിച്ചിട്ടുള്ളൊരു സാധനമായിരിക്കും. അതായത് ഡെപ്പിലേറ്ററി എന്ന് പറഞ്ഞാൽ അതൊരു കോസ്മെറ്റിക് പ്രിപ്പറേഷനാണ്. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു റിമൂവ് ഹെയർ ഫ്രം ദ സ്കിൻ ഓൺ ദ ബോഡി. നമ്മുടെ ബോഡിയിലുള്ള സ്കിന്നിൻ്റെ മുകളിൽ ഹെയർ ഉണ്ടാവും. ആ ഹെയറിനെ മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന കെമിക്കലിനെയാണ് ഡെപ്പിലേറ്ററി എന്ന് പറയുന്നത്. ഇപ്പോൾ പലരും വാക്സ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് കാലുമ്മേലത്തെ രോമം, കയ്യുമ്മേലത്തെ രോമമൊക്കെ കളയാറുണ്ട്. അതുപോലെ പലരുടെയും ഫേസിൽ ചിലപ്പോൾ നെറ്റിയുമേ ഒക്കെ കൂടുതലായിട്ട് രോമങ്ങളുണ്ടാവും. ആ രോമമൊക്കെ കളയാനായിട്ട് നമ്മൾ ഡെപ്പിലേറ്ററി യൂസ് ചെയ്യാനാണ് പലരും ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ അതിലൊക്കെ കെമിക്കൽസ് ഉണ്ട്. അതായത് തയോഗ്ലൈക്കോളിക് ആസിഡ്, തയോലാക്റ്റിക് ആസിഡ്, ദെൻ സോൾട്സ് ഓഫ് കാൽഷ്യം ഓർ പൊട്ടാസ്യം, അതൊക്കെ ഉണ്ട്. അപ്പം മെയിനായിട്ട് ഈ ഡെപ്പിലേറ്ററീസ് എന്താ ചെയ്യുന്നത് വെച്ചാൽ സൾഫൈഡ് ബോൺസ് ഉണ്ടായിരിക്കും. കെരാറ്റിൻ എന്ന് പറഞ്ഞാൽ ഹെയറിലുള്ള കമ്പോണൻ്റാണ് കെരാറ്റിൻ. അതിലുള്ള സൾഫൈഡ് ബോണ്ടുകളെ ഈ ഡെപ്പിലേറ്ററീസ് ബ്രേക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ അത് സ്കിന്നിനെ വീക്കനാക്കും. ഹെയറിനെ വീക്കൻ ചെയ്യും. അങ്ങനെ വീക്കൻഡ് ആയിട്ടുള്ള ഹെയർ പെട്ടെന്ന് പൊഴിഞ്ഞു പോവുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഡെപ്പിലേറ്ററീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഹെയർ റിമൂവ് ചെയ്യാനുള്ള മെറ്റീരിയൽസാണ്. അപ്പോൾ ഈ ഡെപ്പിലേറ്ററീസ് ഹെയറിലുള്ള കെരാറ്റിൻ, ആ കെരാറ്റിനിലെ സൾഫൈഡ് ബോൺസിനെ ബ്രേക്ക് ചെയ്യുന്നു. അങ്ങനെ ഹെയർ വളരെ വീക്കെൻഡ് ആവുന്നു, ഹെയറിൻ്റെ സ്ട്രെങ്ത് ഒക്കെ പോകുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ ഹെയർ പൊഴിഞ്ഞു പോവുകയാണ്, വീണ് പോകുന്നു, അങ്ങനെ പൊലിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഹെയർ പെട്ടെന്ന് തന്നെ വീക്കൻ ചെയ്ത് നമ്മുടെ സ്കിന്നിൽ നിന്ന് അത് ഡിറ്റാച്ച്ഡ് ആയിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ദെൻ
അപ്പോൾ ഹെയർ ഇങ്ങനെ ശരീരത്തിൽ നിന്ന് പിഴുതു പോകാനായിട്ട് നമ്മൾ ഒരിക്കലും ഇങ്ങനത്തെ ഡെപ്പിലേറ്ററീസ് യൂസ് ചെയ്യരുത്. ഹെയർ ഇപ്പോൾ കുറച്ച് ശരീരത്തിൽ ഉണ്ടായാലും അതൊക്കെ മനുഷ്യ സഹജമാണ് അല്ലേ. അപ്പോൾ ഈ ഹെയർ പിഴുതു പോകാൻ വേണ്ടി നമ്മൾ ഇങ്ങനത്തെ കെമിക്കൽസ് ഒന്നും കഴിയുന്നതും യൂസ് ചെയ്യരുത്. ദെൻ ഇത്തരത്തിലുള്ള പല ക്രീംസും ഈ ഡെപ്പിലേറ്ററി ക്രീംസൊക്കെ അലർജിക് റിയാക്ഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അതായത് ഇത് അപ്ലൈ ചെയ്ത ഭാഗത്തെ ഹെയറൊക്കെ അതൊക്കെ പിഴുതു പോകുന്നുണ്ട് എങ്കിൽ പോലും അലർജിക് റിയാക്ഷൻസ് വഴി കെമിക്കൽ ബേൺസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ US തന്നെ ഒരു ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ കൺട്രോളിങ് സൊസൈറ്റി ഉണ്ട്. അതൊക്കെ പല റിപ്പോർട്ട്സും അതിന് കിട്ടിയിട്ടുണ്ട്. അതായത് റാഷസ്, പീലിങ്സ്, സ്റ്റിങ്ങിങ്, ബേൺസ്, ബ്ലിസ്റ്റേഴ്സ് ഒക്കെ ഈ ഡെപ്പിലേറ്ററി ക്രീംസിൻ്റെ യൂസ് കൊണ്ട് ഉണ്ടാവുന്നതായിട്ട് ഓൾറെഡി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ശരീരത്തിലെ ഹെയർസ് പിഴുതു പോകാൻ വേണ്ടി ഒരിക്കലും നിങ്ങൾ ഇത്തരത്തിലുള്ള ഡെപ്പിലേറ്ററി ക്രീംസ് കഴിയുന്നതും ഉപയോഗിക്കരുത്. അതുപോലെ നെക്സ്റ്റ് കാറ്റഗറിയാണ് നെയിൽ പോളിഷ്. നെയിൽ പോളിഷ് എന്ന് പറഞ്ഞാൽ അത് സ്ത്രീകൾ, കുട്ടികളൊക്കെ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. അതിനെ സാധാരണക്കാരൊന്നും അങ്ങനെ ഒരു കോസ്മെറ്റിക് ഐറ്റംസിൽ തന്നെ പെടുത്തിയിട്ടുണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ എല്ലാവരുടെയും വീട്ടിൽ കാണപ്പെടുന്നൊരു സാധനമാണ് ഈ നെയിൽ പോളിഷ് എന്ന് പറയുന്നത്. പക്ഷേ ഈ നെയിൽ പോളിഷിൽ വരെ ഹൈലി റിസ്കി ആയിട്ടുള്ള പല കെമിക്കൽസും ഉണ്ട്. 3 പൊട്ടൻഷ്യലി ഹാംഫുൾ കെമിക്കൽസാണ് നെയിൽ പോളിഷിൽ ഉള്ളത്. അതായത് ടൊളുവീൻ ഉണ്ട്, ഡൈബ്യൂട്ടൈൽ ടാലേറ്റ് ഉണ്ട്, DBP എന്ന് പറയും, അതുപോലെ ഫോർമാൽഡിഹൈഡും ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് നെയിൽ പോളിഷിൽ ഉണ്ടാവുന്ന 3 ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ്? ടൊളുവീൻ, ഡൈബ്യൂട്ടൈൽ ടാലേറ്റ്, ദെൻ ഫോർമാൽഡിഹൈഡ്. അതിൽ ടൊളുവീൻ്റെയൊക്കെ നമ്മൾ കുറച്ച് മുൻപ് നമ്മൾ കണ്ടതാണ്. ഇതിൽ ഇത്തരത്തിലുള്ള ലിപ്സ്റ്റിക്കിൽ ഓൾസോ നേരത്തെ ഇപ്പം നമ്മൾ കണ്ടത് നമ്മൾ കണ്ടു കഴിഞ്ഞത് നെയിൽ പോളിഷായിരുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ലിപ്സ്റ്റിക്കിലൊക്കെയുള്ള ഐറ്റംസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇപ്പുറത്തെ പേജിൽ തന്നെ അതിൽ ആ ലിപ്സ്റ്റിക്കിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, മീഥൈൽ പാരബൻ, അസറ്റേറ്റ്, പ്രൊപ്പൈൽ പാരബൻ, റെഡ് 22 എന്നൊക്കെ പറഞ്ഞാൽ കളർ കൊടുക്കാനുള്ളതാണ്. അതൊക്കെ നമ്മുടെ ലിപ്സ്റ്റിക്കിൽ ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ ഇതൊക്കെ എത്രമാത്രം ഹാംഫുൾ ആണെന്നുള്ളതാണ് നമ്മളിനി കാണാനായിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് വൺ ഈസ് മീഥൈൽ പാരബൻ. മീഥൈൽ പാരബൻ എന്ന് പറഞ്ഞൊരു പ്രിസർവേറ്റീവാണ്. പല ബ്യൂട്ടി പ്രോഡക്ട്സിലും ഉള്ളതാണ്. മെയിൻലി ഇപ്പോൾ നമ്മൾ കണ്ടു ലിപ്സ്റ്റിക്കിലൊക്കെ ഉള്ളതാണ്. പക്ഷേ ഇത് ക്യാൻസർ ഉണ്ടാക്കാനുള്ള വളരെ സാധ്യതയുള്ള ഒരു കെമിക്കലാണ്. മാത്രമല്ല അത് നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റത്തിനെ തന്നെ ഡിസ്റപ്റ്റ് ചെയ്യുന്നു. അങ്ങനെ അത് പല രീതിയിലും നമ്മുടെ ബോഡിക്ക് ഹസാർഡസ് ആയിട്ടുള്ളതാണ് മീഥൈൽ പാരബൻ. ഓക്കെ, ഇപ്പോൾ ലിപ്സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ ചുണ്ടും വരുന്ന സാധനമാണ്. ഈ സാധനം ഷുവറായിട്ടും നമ്മുടെ വായിലേക്ക് പോകുന്നതാണ്. അപ്പോൾ അത് ക്യാൻസർ ഉണ്ടാവാൻ വളരെയധികം സാധ്യത കൂടുതലാണ് കണ്ടിന്യൂസ് ആയിട്ട് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നവർക്ക്. മാത്രമല്ല അത് ഹൈലി ടോക്സിക് ആണ്, ആസ് ഇറ്റ് ഡിസ്റപ്റ്റ്സ് ദ എൻഡോക്രൈൻ സിസ്റ്റം. ദെൻ പ്രൊപ്പൈൽ പാരബൻ അനദർ ടൈപ്പ് ഓഫ് പാരബൻ ആണ്. അത് കോസ്മെറ്റിക് ഇൻഗ്രീഡിയൻസിനായിട്ട് ഫ്രീക്വൻ്റ്ലി യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് ക്യാൻ ഇറിറ്റേറ്റ് ദ സ്കിൻ ആൻഡ് ഐസ് ആൻഡ് കോസ് അലർജിക് റിയാക്ഷൻസ്. അതുപോലെ ഈ ലിപ്സ്റ്റിക്കിലും കോസ്മെറ്റിക് ഐറ്റംസിലൊക്കെ യൂസ് ചെയ്യുന്ന കളറൻസാണ് DNC Red 36, DNC Red 22, അലുമിനിയം ലീക്ക്. അതൊക്കെ അവരുടെ ഒരു കോഡുകളാണ്, കളേഴ്സിനുള്ള കോഡുകളാണ്. അതും വളരെയധികം കൺസേൺ ഉണ്ടാക്കുന്ന കെമിക്കൽസാണ്. സിൻസ് ഇറ്റ് ഡിസ്റ്റർബ്സ് ദ നെർവസ് സിസ്റ്റം. അത് നമ്മുടെ നെർവസ് സിസ്റ്റത്തിന് ഡാമേജ് ചെയ്യുന്നു. മാത്രമല്ല ഇത് യൂസ് ചെയ്യുന്നത് വഴി പല ഹെൽത്ത് കൺസേൺസും ഓൾറെഡി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ദെൻ അസറ്റേറ്റും ലിപ്സ്റ്റിക്ക് പോലെയുള്ള പല കോസ്മെറ്റിക് ഐറ്റംസിലും ഇൻക്ലൂഡഡ് ആണ്. അതായത് ടോക്കോഫിറൈൽ അസറ്റേറ്റ് ആണ്. അതിന് നമ്മൾ വൈറ്റമിൻ E അസറ്റേറ്റ് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും.
അതിന് തന്നെയാണ് ഈ ടോക്കോഫെറൽ അസറ്റേറ്റ് എന്നും പറയുന്നത്. അത് മെയിൻലി ലിപ്സ്റ്റിക്ക്, മോയ്സ്ചറൈസേഴ്സ്, ഫൗണ്ടേഷൻ അതിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു കെമിക്കലാണ്. പക്ഷെ അതിനും പല ഹെൽത്ത് ഹസാർഡ്സും ഉണ്ട്. അത് ഇച്ചിങ്, ബേണിങ്, സ്കെയിലിങ്, ഹൈവ്സ്, ദെൻ സ്കിൻ ബ്ലിസ്റ്ററിങ്. മാത്രമല്ല അതൊക്കെ ഹൈലി ടോക്സിക് ആയിട്ടുള്ളൊരു കെമിക്കലാണ് ഇത് ടോക്കോഫെറൈൽ അസറ്റേറ്റ്. ദെൻ ഐലൈനേഴ്സൊക്കെ മിക്ക കുട്ടികളും പെൺകുട്ടികൾ ഉപയോഗിക്കുന്നതാണ്. പക്ഷേ അതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത്ര വലിയ കോസ്റ്റുള്ള ഒരു ഐറ്റവും അല്ല അല്ലേ. ഐലൈനറൊക്കെ നമുക്ക് മാർക്കറ്റിൽ നിന്നൊക്കെ കുറച്ചും കൂടി പൈസ കുറവിന് കിട്ടുന്നൊരു ഐറ്റമാണ് ഈ ഐലൈനർ എന്ന് പറഞ്ഞ കോസ്മെറ്റിക് ഐറ്റം. പക്ഷെ അത് പലതരത്തിലുള്ള ടോക്സിക് കെമിക്കൽസും അതിലുണ്ട്. ഐ ഷാഡോസിൽ, ലൈനേഴ്സിൽ, മസ്കാരാസ്, മേക്കപ്പ് ബ്രഷസ്, ഐലാഷ് കേളേഴ്സ്, അതുപോലെ ഫാൾസ് ലാഷ് അഡീസീവ്സ്. അതായത് ഈ കൺപീലികളൊന്നും അധികം ഇല്ലാത്തവരെ അങ്ങനത്തെ കൃത്രിമമായിട്ടുള്ളത് ഐലാഷസൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സാധനങ്ങളിലൊക്കെ ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ കൂടുതൽ എക്സ്പെരിമെൻറ്റ്സ് നടത്തിയവർ മനസ്സിലാക്കിയത് ഇത്തരത്തിലുള്ള കെമിക്കൽസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് വഴി റെഡ്നെസ്, ആ ഭാഗങ്ങളിലൊക്കെ റെഡ് കളറ്, അതുപോലെ അവിടേക്ക് നിന്നൊക്കെ കുറേശ്ശെ ബ്ലഡിൻ്റെ സ്റ്റെയിൻ ഉണ്ടാവുക, അതുപോലെ ഐസിലൊക്കെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഐസൊക്കെ ഡ്രൈ ആവുക, അതുപോലെ തന്നെ സീരിയസ് ആയിട്ടുള്ള ഹെൽത്ത് ഹസാർഡ്സും ഇത്തരത്തിലുള്ള കെമിക്കൽസുള്ള കോസ്മെറ്റിക് ഐറ്റംസ് ഉപയോഗിക്കുന്നത് വഴി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ ഐസിൽ ഉപയോഗിക്കുന്ന ഐലാഷസ്, അതുപോലെ ഐലൈനർ, മസ്കാരാസ്, അതുപോലെ ഐലാഷ് കേർലേഴ്സ്, അതിലൊക്കെ മെയിനായിട്ടുണ്ടാവുന്ന കുറച്ച് കെമിക്കൽസിൻ്റെ പേരാണ് നമ്മളിവിടെ പറയുന്നത്. ഇത് ഇത്തരത്തിലുള്ള ഐലൈനേഴ്സും അങ്ങനത്തെ ഐസിൽ ഉപയോഗിക്കുന്ന സാധനത്തിൽ മാത്രമല്ല കേട്ടോ, നമ്മൾ ഉപയോഗിക്കുന്ന പല കോസ്മെറ്റിക് ഐറ്റംസിലും നമുക്ക് ഇത്തരത്തിലുള്ള കെമിക്കൽസൊക്കെ കണ്ടുമുട്ടാനായിട്ട് സാധിക്കും. അപ്പോൾ കുറച്ച് എണ്ണത്തിന് നമുക്കൊന്ന് ജനറലായിട്ട് കാണാം. ഫസ്റ്റ് വൺ, കാർബൺ ബ്ലാക്ക് മെയിൻലി ഐയിലിടുന്ന സാധനങ്ങളിലാണ്. അതായത് ഐലൈനർ, മസ്കാര, ഐ ഷാഡോ, ഐബ്രോ ഷാഡോ, അതിലൊക്കെയാണ് മെയിൻലി കാർബൺ ബ്ലാക്ക് ഉള്ളത്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഹാംഫുൾ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഓർഗൻസിനൊക്കെ ടോക്സിക്കാണ്. മാത്രമല്ല ക്യാൻസർ ഇൻഡ്യൂസിങ്ങും കൂടിയിട്ടാണ്. അതുപോലെ നമ്മൾ നേരത്തെ DEA TEA എന്നൊക്കെ പറഞ്ഞു, ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞു. അതായത് എത്തനോൾ അമീൻ കോമ്പൗണ്ട്സ്, എത്തനോൾ അമീൻ അടങ്ങിയിട്ടുള്ള കോമ്പൗണ്ട്സ് അതൊക്കെ ക്യാൻസർ ഇൻഡ്യൂസിങ് ആണ്. ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ക്യാൻസർ ഇൻഡ്യൂസിങ് ആണ്. അതുകൊണ്ട് അതൊക്കെ കഴിയുന്നതും അത്തരത്തിലുള്ള കെമിക്കൽസുള്ള കോസ്മെറ്റിക്സ് അവോയ്ഡ് ചെയ്യണം. ദെൻ BAK എന്ന് പറയുന്നത് ബെൻസാൽക്കോണിയം ക്ലോറൈഡിനെയാണ്. അത് മെയിൻലി ഐലൈനർ, മസ്കാര, മേക്കപ്പ് റിമൂവർ അതിലൊക്കെ ഉള്ളതാണ്. അത് ടോക്സിക്കാണ്. എപ്പിത്തീലിയൽ സെൽസ് ഓഫ് ദ ഐസിൽ എപ്പിത്തീലിയൽ സെൽസ് ഉണ്ട്. അതിൽ ഹൈലി ടോക്സിക് ആയിട്ടുള്ളതാണ് ഈ ബെൻസാൽക്കോണിയം ക്ലോറൈഡ്. മാത്രമല്ല ഇത് ഡസ്റ്റ്, വാട്ടർ ആൻഡ് ബാക്ടീരിയ നമ്മുടെ ഐസിൽ നിന്നൊക്കെ മാറ്റാനുള്ള സഹായം ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല അത് കോർണിയയ്ക്കൊക്കെ ഒരു സ്മൂത്ത് സർഫസ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. എന്തിനെ? ടു അബ്സോർബ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഓക്സിജൻ ആൻഡ് സെൽ ന്യൂട്രിയൻസ് ഫ്രം ടിയേഴ്സ് ടു ദ റെസ്റ്റ് ഓഫ് ദ കോർണിയ. അപ്പോൾ കുറച്ച് ഉപകാരമുണ്ട്. പക്ഷേ മാത്രമല്ല ഇത് ഹൈലി ടോക്സിക്കാണ് എപ്പിത്തീലിയൽ സെൽസിന്. അപ്പോൾ പല കെമിക്കൽസും നമ്മുടെ കോസ്മെറ്റിക്സിലൊക്കെ ഉപയോഗിക്കുന്നതിൽ കുറേ കാരണങ്ങളുണ്ട്. കാരണം എന്താ വെച്ചാൽ പെട്ടെന്ന് കണ്ണിലേക്ക് വെള്ളം വരും, അല്ലെങ്കിൽ ഡസ്റ്റ് വീഴുകയോ ഒക്കെ ചെയ്താലും അതൊന്നും ഈ മസ്കാരേനോ ഐലൈനറിനോ ഒന്നും ഇഫക്റ്റ് ചെയ്യാതിരിക്കണം. അങ്ങനെ ബാക്ടീരിയേനൊക്കെ നമ്മുടെ കണ്ണിൽ നിന്ന് ഇത്തരത്തിലുള്ള പല കണ്ണിൽ ഉപയോഗിക്കുന്ന കോസ്മെറ്റിക്സും മാറ്റി നിർത്തുന്നുണ്ട്. പക്ഷെ വേറൊരു തരത്തിൽ ഇത് നമ്മുടെ കണ്ണിനും ബോഡിക്കും ഒക്കെ ഹാംഫുള്ളായി മാറുകയാണ്. ഓക്കെ, അപ്പോൾ അതാണ് അതായത് ബെൻസാൽക്കോണിയം ക്ലോറൈഡ്. അതുപോലെ തന്നെ പ്രൈം യെല്ലോ കൺബോ വാക്സ്, അത് മെയിൻലി ഈ മസ്കാരയിലും ഐലൈനേഴ്സിലൊക്കെ ഉള്ളതാണ്. പക്ഷെ അതൊക്കെ മെയിൻലി നമ്മുടെ കണ്ണിന് ഭയങ്കര ഡ്രൈനെസ് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്.
മാത്രമല്ല കുറച്ച് പ്രായമായിട്ടുള്ള വിമനൊക്കെ യൂസ് ചെയ്യുമ്പോൾ അത് ഹൈലി ഡേഞ്ചറസ് ആണ്. ഡ്രൈനെസ് ഭയങ്കരമായിട്ട് ഐസിന് കൂടിക്കൂടി വരും. അതുപോലെ ഫോർമാൽഡിഹൈഡ് ആൻഡ് ഫോർമാൽഡിഹൈഡ് റിലീസിങ് പ്രിസർവേറ്റീവ്സ്, അതൊക്കെ നമ്മുടെ കോസ്മെറ്റിക് ഐറ്റംസിൽ യൂസ് ചെയ്യുന്ന കെമിക്കൽസാണ്. എന്നാൽ ഇതൊക്കെ അലർജിക് റിയാക്ഷൻസും ക്യാൻസറും ഒക്കെ ഇൻഡ്യൂസ് ചെയ്യുന്നു. അതുപോലെ പാരബെൻസ് നമ്മൾ ഓൾറെഡി കണ്ടു, അലുമിനിയം പൗഡർ, അലുമിനിയം കോമ്പൗണ്ട്സ് ഒക്കെ നമ്മൾ ഓൾറെഡി കണ്ടു. അതുപോലെ റെറ്റിനൽ അസറ്റേറ്റ് ഓർ റെറ്റിനൽ പാൽമിറ്റേറ്റ്, അതിൽ ശരിക്കും 2 ഫോംസ് ഓഫ് വൈറ്റമിൻ എ ഉണ്ട്. പക്ഷേ അതാണ് ഈ റെറ്റിനൽ അസറ്റേറ്റ് അല്ലെങ്കിൽ റെറ്റിനൽ പാൽമിറ്റേറ്റ് എന്ന് പറയുന്നത്. വൈറ്റമിൻ എയുടെ 2 ഫോംസ് ആണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ദേ ആർ ഹാംഫുൾ സിൻസ് ഇറ്റ് കോസസ് ക്യാൻസർ ആൻഡ് റിപ്രൊഡക്റ്റീവ് ടോക്സിസിറ്റി. അതായത് റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന് അത് എഫക്റ്റ് ചെയ്യുന്നു, മാത്രമല്ല ക്യാൻസറും ഉണ്ടാക്കുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് ഏജിങ് കുറഞ്ഞതായിട്ട് നമ്മുടെ മുഖത്തിന് കാണിക്കാൻ, അതുപോലെ ഐസിൽ ഉപയോഗിക്കുന്ന, വയസ്സാവുമ്പോൾ നമ്മുടെ ഐസിനൊക്കെ ഒരു ഏജിങ്, കണ്ണിനൊക്കെ ഏജിങ് കാണിക്കും അല്ലേ, വയസ്സായ ഒരു ചായ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ കുറയ്ക്കാനാണ് നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. വൈറ്റമിൻ എ കണ്ണിന് നല്ലതാണല്ലോ, അത്തരത്തിലുള്ള കെമിക്കൽ യൂസ് ചെയ്യുന്നത്. പക്ഷേ അത് ഉണ്ടാക്കുന്നു ക്യാൻസറും അതുപോലെ റിപ്രൊഡക്റ്റീവ് ടോക്സിറ്റിയും ഒക്കെ ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ ഹെവി മെറ്റൽസൊക്കെ പല മേക്കപ്പിലും ഉണ്ട്. അതുപോലെ എക്സ്പെഷ്യലി ചെറിയ ഗ്രീൻ കളറൊക്കെ ഉള്ള പല കെമിക്കൽസിലും ഉണ്ട്. പക്ഷെ അത് ന്യൂറോ ടോക്സിൻസ് ആണ്. അതായത് ബ്രെയിനിനെ ഡാമേജ് ചെയ്യുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പങ്ക് വഹിക്കുന്നതാണ് ഹെവി മെറ്റൽസ് ലൈക്ക് നിക്കൽ ആൻഡ് ക്രോമിയം. അതിനെക്കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അത് ലങ് ക്യാൻസറും റെസ്പിറേറ്ററി കൺസേൺസും ഒക്കെ അത് ഉണ്ടാക്കുന്നു. അതുപോലെ സാധാരണ നമ്മുടെ പൗഡറൊക്കെ മിക്കവരും യൂസ് ചെയ്യും അല്ലേ, അതിലുള്ളതാണ് ടൈറ്റാനിയം ഡയോക്സൈഡൊക്കെ. അപ്പോൾ ഫേസ് പൗഡർ എന്നല്ല, സാധാരണ ഏത് ടാൽക്കം പൗഡറിലും സാധാരണ കാണും ടൈറ്റാനിയം ഡയോക്സൈഡ്. കളറ് തോന്നിക്കാൻ പൗഡർ ഇടുമ്പോൾ നമുക്കൊരു കളറ് തോന്നുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഈ ടൈറ്റാനിയം ഡയോക്സൈഡ് യൂസ് ചെയ്യുന്നത്. അത് ഒരു പ്രോബ്ലമാറ്റിക് കെമിക്കൽ തന്നെയാണ്, കാർസിനോജനിക് ആണ്. ഇപ്പോൾ നമ്മൾ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള എല്ലാ കെമിക്കൽസും കോസ്മെറ്റിക്സിലുള്ളതാണ്. അതൊക്കെ ഒരു തരത്തിലല്ലെങ്കിൽ വേറൊരു തരത്തിലെ ഹൈലി കാർസിനോജനിക് ആയിരിക്കാം, അല്ലെങ്കിൽ ഹൈലി ഡേഞ്ചറസ് ടു അവർ ബോഡി ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ടെർമറിക് ആൻഡ് നീം പ്രിപ്പറേഷൻസിലേക്ക് പോകുന്നത് അല്ലേ. മഞ്ഞൾ, അതുപോലെ വേപ്പ് വേപ്പ് എന്ന് പറഞ്ഞാൽ സാധാരണ വേപ്പല്ല, ഹെൽത്തി ആയിട്ടുള്ള വേപ്പുണ്ട്, ഇങ്ങനെ കുറച്ച് കഴിക്കണ വേപ്പ് എന്നൊക്കെ പറയും. അതുപോലെ തുളസി, ഇതൊക്കെയാണ് നാച്ചുറലായിട്ടുള്ള ഇത്തരത്തിലുള്ള കോസ്മെറ്റിക്സ് അല്ല, നേച്ചർ തന്നെ തരുന്ന നമ്മുടെ പ്രകൃതിദത്തമായ നമ്മുടെ സൗന്ദര്യവർദ്ധക വസ്തുക്കളാണ് എന്തൊക്കെ, ടെർമറിക്കും നീമ്, തുളസി ഒക്കെ. അപ്പോൾ ടെർമറിക് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹീലറാണ്. അതായത് എന്തൊരു ആൻറ്റി മൈക്രോബിയൽ ഇൻഫെക്ഷനോ അങ്ങനെ എന്തുണ്ടായാലും അപ്പോൾ അവിടെ മഞ്ഞൾ അരച്ച് പരട്ടണത് നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ വളരെ ഒരു ഹീലിംഗ് പ്രോപ്പർട്ടി ഉള്ളതാണ് ടെർമറിക്. ഒരു 2500 വർഷമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതൊരു ഡൈ ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ അതിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട്. ഒരു നാച്ചുറൽ വണ്ടർ തന്നെയാണ്. ബിക്കോസ് ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് മെനി ഡിസീസസ്. ക്യാൻസർ തൊട്ട് അൾഷിമേഴ്സ് ഡിസീസ് വരെ ഉള്ള ഇതിനൊക്കെ ഒരു സൊല്യൂഷനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ടെർമറിക്. അപ്പോൾ നീമും ടെർമറിക്കും അതൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് അല്ല, നാച്ചുറൽ ആയിട്ടുള്ള കമ്പോണൻസ് ആണ്. നീമ്, ടെർമറിക്കൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാച്ചുറൽ നിന്ന് നമുക്ക് തരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിപ്പറേഷൻസ് ആണ് നീമും ടെർമറിക്കും ഒക്കെ. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ടെർമറിക് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് എ നാച്ചുറൽ ആൻറ്റിസെപ്റ്റിക്, ഇറ്റ് ഈസ് എൻ ആൻറ്റി ബാക്ടീരിയൽ ഏജൻറ്റ്. അതുപോലെ കോളിഫ്ലവറിനായിട്ട് ഇത് യൂസ് ചെയ്യുമ്പോൾ, മിക്സ് ചെയ്ത് നമ്മൾ ഫുഡിൽ യൂസ് ചെയ്യുമ്പോൾ അത് പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു. മാത്രമല്ല പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ അത് കുറയ്ക്കുന്നു. പിന്നെ ബ്രസ്റ്റ് ക്യാൻസർ, പ്രത്യേകിച്ച് എലികളിലൊക്കെ അത് റിപ്പോർട്ട് ചെയ്യില്ല, അതൊക്കെ കുറയ്ക്കുന്നുണ്ട്. അതുപോലെ മെലനോമ, അതുപോലെ ചൈൽഡ്ഹുഡിൽ ഉണ്ടാകുന്ന ലുക്കേമിയ,
അതുപോലെ ലിവറിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുന്നു, അൾഷിമേഴ്സ് ഡിസീസിനെ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു, പലതരത്തിലുള്ള ക്യാൻസർ, ദെൻ അതൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഏജൻറ്റും കൂടിയിട്ടാണ് നമ്മുടെ നീമും അതുപോലെ ടെർമറിക്കൊക്കെ. അതുപോലെ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് കുറയ്ക്കുന്നു, അത് നാച്ചുറലായിട്ടുള്ളൊരു പെയിൻ കില്ലറാണ്. വെയിറ്റ് മാനേജ് ചെയ്യാനും ഫാറ്റ് മെറ്റാബോളിസത്തിനും ഒക്കെ മഞ്ഞൾ യൂസ് ചെയ്യുന്നുണ്ട്, ടെർമറിക് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ചൈനീസ് മെഡിസിനിലെ അത് ഒരു ഡിപ്രഷനുള്ള ഒരു മെഡിസിൻ കൂടിയാണ്. അതുപോലെ തന്നെ നാച്ചുറൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് ആർത്രൈറ്റീസ്, റുമാറ്റോയിഡ് ആർത്രൈറ്റീസ്, അതിനൊക്കെ ടെർമറിക് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ നീം ആണെങ്കിൽ അത് നല്ല ആൻറ്റി ബാക്ടീരിയലും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഒക്കെ ആയിട്ടുള്ള ഫങ്ഷൻ ഉണ്ട്. അതുപോലെ മുഖക്കുരുവിനൊക്കെ സാധാരണ യൂസ് ചെയ്യുന്നതാണ് നീം. ദെൻ നീമും ടെർമറിക്കും കൂടി മിക്സ് ചെയ്തിട്ടും പലപ്പോഴും നമ്മൾ മുഖത്തുണ്ടാവുന്ന കുരുക്കൾക്കും കുരു വന്ന് പോയി കഴിഞ്ഞാൽ ഒരു കറുത്ത പാടൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ മാറാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ടെർമറിക്, നീം, അതുപോലെ മോര്, ഇതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നാച്ചുറലായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ് വൈറ്റമിൻ ഓയിൽസ്. വൈറ്റമിൻ ഇ എന്ന് പറയുന്നതാണ് മെയിനായിട്ട് വരുന്നത്. അതൊരു ന്യൂട്രിയൻ്റ് ആണ്, അതുപോലെ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ സ്കിന്നിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അത് ഫ്രീ റാഡിക്കൽസിനെയൊക്കെ ന്യൂട്രലൈസ് ചെയ്യുന്നു. അതുപോലെ ഡാമേജ്ഡ് ആയിട്ടുള്ള സെൽസ് ഉണ്ടെങ്കിൽ അത് നന്നാക്കുന്നു. പിന്നെ കാർഡിയോ വാസ്കുലർ ഡിസീസ് ഉണ്ടെങ്കിൽ അതിനെ കുറയ്ക്കുന്നു. അതുപോലെ ക്യാൻസർ, വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് അതൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ കുറയ്ക്കാൻ പറ്റുന്നതാണ് വൈറ്റമിൻ ഇ. അത് വേഴ്സറ്റൈൽ ഫങ്ഷൻസ് ഉണ്ട് വൈറ്റമിൻ ഇക്ക്. മാത്രമല്ല 10 ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട് വൈറ്റമിൻ ഇ. അത് നമ്മുടെ സ്കിന്നിനെ നറിഷ് ചെയ്യുന്നുണ്ട്, സ്ട്രെച്ച് മാർക്സ് ഒക്കെ മാറ്റുന്നു, സ്കാർസ്, പിമ്പിൾസ് അതൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ കുറയ്ക്കുന്നു. അതുപോലെ മസിൽ സ്പാംസ് ഉണ്ടെങ്കിൽ കുറയ്ക്കുന്നു, പാടുകളൊക്കെ ഉണ്ടെങ്കിൽ കുറയ്ക്കുന്നു. അതുപോലെ നമ്മുടെ ഏജിങ് കുറയ്ക്കാനായിട്ട്, കുറഞ്ഞ പോലെ തോന്നാനായിട്ട് ഉപയോഗിക്കുന്നത് വൈറ്റമിൻ ഇ ആണ്. അതുപോലെ മോയ്സ്ചറൈസറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഡാർക്ക് സർക്കിൾസിനെ അത് ട്രീറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ സണ്ണ് കൊണ്ടുണ്ടാവുന്ന സൂര്യപ്രകാശമൊക്കെ കൂടുതലായിട്ട് കൊള്ളുമ്പോൾ ഉണ്ടാവുന്ന സൺബേൺസ് ഉണ്ടാവില്ലേ, കുറേ നേരം എക്സ്പോസ് ചെയ്തുണ്ടാവുന്ന സണ്ണിലേക്ക് എക്സ്പോസ് ചെയ്തുണ്ടാവുന്ന സൺബേൺസ്, അതിനൊക്കെ ട്രീറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ അതൊരു നല്ലൊരു ക്ലെൻസിങ് ഏജൻ്റാണ്. അതുപോലെ ഈ ചുണ്ടുമലൊക്കെ എന്തെങ്കിലും പാടുകൾ വരിക, അല്ലെങ്കിൽ എന്തെങ്കിലും വലിഞ്ഞു മുറുക അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ പുട്ടലൊക്കെ വരിക, അത് ട്രീറ്റഡ് ചാപ്ഡ് ലിപ്സ്, അതിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വൈറ്റമിൻ ഇ. അതുകൊണ്ട് നാച്ചുറലായിട്ടുള്ള പ്രിപ്പറേഷൻസ് ആയിട്ടുള്ള വൈറ്റമിൻ ഇ, അതുപോലെ നീം, ടെർമറിക്, തുളസി, അതിലേക്കൊക്കെയാണ് നമ്മൾ പോകേണ്ടത്. അല്ലാതെ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ടുള്ള കോസ്മെറ്റിക് ഐറ്റംസ് ഒന്നും നമ്മൾ കഴിയുന്നതും യൂസ് ചെയ്യരുത്, അല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യരുത്. ബെറ്റർ ഗോ ടു ദ നേച്ചർ, അതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ.